സത്യസന്ധമായിട്ട് പറയാം, സത്യസന്ധമായിട്ട് കള്ളം പറയാം. ഓക്കെ, ദ പീപ്പിൾ ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, ഒരു വ്യാവസായികം ചെറുതായിക്കോട്ടെ വലുതാകട്ടെ തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ബിസിനസ് പ്രൊമോട്ടർ അനിത ദിലീപ്, അതായത് ഒരു വ്യവസായം എങ്ങനെ ആയിരിക്കണം, എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു അറിവ് അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും അവരുടെ ഈ ദീർഘവീക്ഷണത്തിലൂടെ ബിസിനസ് പ്രൊമോഷനെക്കുറിച്ചും അതുപോലെ ഒരു വ്യവസായം എങ്ങനെയാണ് തുടങ്ങേണ്ടത് അതിനെക്കുറിച്ചും ആധികാരികമായിട്ട് അനിത ദിലീപ് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോയിലോട്ടൊന്ന് പോകാം. So skill development, technical skill development, that means നിങ്ങളുടെ ജോബ് കോച്ചിങ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ബേസ്ഡ് കോച്ചിങ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് ഗ്രീൻ വേൾഡ് അവരുടെ പ്രൊഡക്ട്സിനെ പറ്റി ഇവിടെ സെല് ചെയ്തു അല്ലേ, പ്രൊഡക്റ്റ് കോച്ചിങ് നടന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്റ്റ് കോച്ചിങ് കൊണ്ട് മാത്രമല്ല ഒരിക്കലും, കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിൽ ആവണമെങ്കിൽ നിങ്ങളുടെ ടീമിന് നല്ല സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റും നല്ല ലൈഫ് സ്കിൽ ഡെവലപ്മെന്റും ഉണ്ടായിരിക്കണം. Skill gap is the difference between the skills that employer want and the skills your staff possess. And see, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രപ്രണറിയൽ സ്കിൽസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ്. ഒരു എൻട്രപ്രണർ, ഒരു സംരംഭകയ്ക്കും ഉണ്ടാകേണ്ട സ്കില്ലുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ജസ്റ്റ് ഹാവ് ആൻ ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, ഹൗ യു മാനേജ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട്, നമുക്ക് ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ബിക്കോസ് നിങ്ങൾ ഈ ഒരു ടൈറ്റിൽ വെച്ച് തന്നെ തിങ്ക് ചെയ്താൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ വേ. ബട്ട് ബിക്കോസ് സംസാരിക്കാനാണെങ്കിൽ ധാരാളം ഉണ്ടാവും ഓരോ പോയിന്റിനെ പറ്റി. സോ മാനേജിങ് സെൽഫ് ആൻഡ് അതേഴ്സ്, നിങ്ങളുടെ കമ്പനിയുടെ മിഷൻ അനുസരിച്ച് സ്റ്റാഫ് മാത്രം പെർഫോം ചെയ്താൽ മതിയോ? നോ. ആസ് എ ബോസ് നമ്മൾ കാണുന്നില്ലേ പല കമ്പനിയിലും ദ മോറൽ എത്തിക്സ് ഓഫ് ദ ഓണർ, എംപ്ലോയർ may not be good, may not be legally അല്ലെങ്കിൽ എത്തിക്കലി കറക്റ്റ് ആകാത്ത സാഹചര്യങ്ങളുണ്ട്. How you manage yourself, how you manage your company, how you manage the whole staff is really important to protect your reputation. Am I right? Yes. And managing self no na karyam മാത്രമല്ല, and how far you are ഒരു സെൽഫ് റെഗുലേറ്റഡ് ആണ്, സെൽഫ് കൺട്രോൾഡ് ആണ്, സെൽഫ് മാനേജ്ഡ് പേഴ്സൺ ആണ്. ഡു യു ഹാവ് എ പ്രോപ്പർ സിസ്റ്റം? ലൈഫിൽ ഒരു അടുക്കും ചിട്ടയോടും ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹെൽത്ത് ഈസ് വെരി മച്ച്, ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ഹെൽത്ത് ഇല്ലാത്ത ഒരു കാര്യമില്ലല്ലോ. എത്ര ഓടി നടന്നാലും ഒന്ന് വയ്യെങ്കിൽ കിടന്നുപോയി. എന്താ ഞാനിപ്പം ഞാൻ മെനഞ്ഞാന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രിപ്പൊക്കെ എടുത്തിട്ടാണ് ഈ ഓടി നടക്കുന്നത്. ബിക്കോസ് നമുക്കൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? സോ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ആസ് എ ഓൺട്രപ്രണർ you taking care of your health properly? Do you have a proper health habits? നിങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണോ? ഡെയിലി എക്സസൈസ് ചെയ്യുന്ന സ്വഭാവമുള്ള എത്ര പേര് ഇവിടെ ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കൂ. സത്യസന്ധമായിട്ട് പറയാം, സത്യസന്ധമായിട്ട് കള്ളം പറയാം. ഓക്കെ, അപ്പൊ കൈ പൊക്കുന്ന ആളുകളൊക്കെ കൈ താഴ്ത്തിയ ആളുകളാണ് ഇവിടെ കൂടുതലാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇമ്പോർട്ടന്റ് ആണ്. Am I right? Yes. ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ വീണുപോയാൽ നമ്മുടെ കമ്പനി എവിടെ പോകും? എവിടെ പോകും? നമ്മളോളം സ്വപ്നം അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന ചിന്തയുള്ള ആരെങ്കിലും വേറെ ആളുണ്ടാവുമോ? ഉണ്ടോ? നോ. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കമ്പനി, നോട്ട് ഓൺലി ഫോർ ദ കമ്പനി. സോ ഇഫ് യു ഷുഡ് ഫസ്റ്റ് റെസ്പോൺസിബിൾ ടുവേർഡ്സ് യുവർ സെൽഫ്. അപ്പം അവിടെ മുതൽ തുടങ്ങണം. ഹൗ യു മാനേജ് യുവർ സെൽഫ് ആൻഡ് ഹൗ യു മാനേജ് അതേഴ്സ്. ഇഫ് യു ആർ വെരി റെസ്പോൺസിബിൾ ടുവേർഡ്സ് സെൽഫ്, ഫസ്റ്റ് ഹെൽത്തിൽ തന്നെ ഇമ്പോർട്ടൻസ് ഫോക്കസ് ചെയ്യേണ്ടി വരും. പിന്നെ ഹൗ യു ആർ ഡെവലപ്പിംഗ് യുവർ നോളജ്, ഹൗ യു ആർ ഡെവലപ്പിംഗ് യുവർ സ്കിൽസ്. നിങ്ങൾ എത്രത്തോളം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ബോസാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് ധാരാളം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ നോളജ് ലെവൽ മാറുള്ളൂ, നിങ്ങളുടെ പെർസെപ്ഷൻ മാറുള്ളൂ. ഹൗ യു ദ വേ യു ഹാൻഡിൽ യുവർ ടീം ഒക്കെ ഡിഫറെൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഓൾവേസ് അപ്ഡേറ്റ് യുവർ നോളജ് അല്ലേ. പ്രൊഡക്റ്റ് നോളജ് മാത്രമല്ല, മാർക്കറ്റിങ്ങും സെയിൽസും അല്ല, അതിനപ്പുറം നമ്മുടെ ആറ്റിറ്റ്യൂഡൽ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകം പോകുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഒത്തിരി അവയർനെസ് ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ എങ്ങനെ നമ്മുടെ നോളജ് എൻഹാൻസ്മെന്റ് എത്ര സമയം നിങ്ങൾ ചെലവഴിക്കുന്നു, വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കുറച്ചു നേരം വായിക്കണം. ദിവസം മിനിമം ഒരു മണിക്കൂറെങ്കിലും കുറച്ച് അറ്റ്ലീസ്റ്റ് ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ കുറച്ച് വായിക്കണം. റീഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫീഡ് യുവർ മൈൻഡ്. നിങ്ങൾക്ക് മനസ്സിനെ വളർത്തുണ്ടാവണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് നോളജ്, ഒരു പത്രം വായിക്കുമ്പോൾ കുറച്ച് അറിവ് കിട്ടും അല്ലേ. അതുപോലെ ഇപ്പോൾ ഡെയിലി നിങ്ങൾ കുറേ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വായിക്കുന്ന ആളാണെങ്കിലോ
ഓഡിയോ മെസ്സേജസ് ഒക്കെ കേൾക്കുന്ന ആളാണെങ്കിലോ യു വിൽ ബി ഏബിൾ ടു you can say that you are upskilling your knowledge. So it's very important how you manage yourself and how you manage your others and how you managing your time. Managing your time എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തന്നെ വേണമെങ്കിൽ ഞാൻ എടുക്കാനാണെങ്കിൽ 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. So you are understand അല്ലെ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ. You will be able to understand. It's very important. And how far you are good in strategic thinking. നിങ്ങളുടെ കറണ്ട് ബിസിനസ് അത് പോകുന്ന രീതി, അതിൻ്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ഗോൾസ് എന്താണ്, അല്ലെങ്കിൽ ഹൗ വെൽ അവേർഡ് യുവർ ടീം ആർ അബൌട്ട് യുവർ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജി മാനേജ്മെന്റ് എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. ആൻഡ് ദെൻ ലാറ്ററൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ളവരാണ് ചില ആളുകൾ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അഡിഡാസിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടീം പോയിട്ട് പറഞ്ഞ എന്താണ്, ഒരു ലാറ്ററൽ തിങ്കിങ്ങും ഇല്ല, അത് അവിടെ നടക്കൂല എന്ന് പറഞ്ഞു. സെക്കൻഡ് ടീം പോയിട്ട് പറഞ്ഞു നമുക്ക് ധാരാളം സാധ്യതകളുണ്ട്. സോ എപ്പോഴും ലാറ്ററൽ പാരലൽ തിങ്കിങ് ഉള്ള ഒരു ടീം നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കണം. Then they will be able to think creatively, innovative ആയിട്ട് അവർക്ക് തിങ്ക് ചെയ്യാൻ കഴിയും. ആൻഡ് ദെൻ ബോത്ത് സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, നിങ്ങളും നിങ്ങളുടെ സ്റ്റാഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരോടും എല്ലാവരെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാവർക്കും വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാനും ഹൗ വി ക്യാൻ ഡു ദാറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് പല ഓർഗനൈസേഷനിലും പൊളിറ്റിക്സ് ഉണ്ട്, വർക്ക് പൊളിറ്റിക്സ് ഉണ്ട് അല്ലേ. നിങ്ങൾ ആരോടെങ്കിലും പാർഷ്യൽ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റവര് പ്രശ്നത്തിലായി. Am I right? So how you can balance that relationship in a proper way, it's very important. And then facing changes and challenges. നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് സ്വീകാര്യത കുറവാണോ? If it is a problem, you have to change many strategies what are following your team. Adunor challenge. Facing change itself is a challenge. Am I right? Facing change itself is a challenge. അതെങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ദെൻ സ്റ്റേയിങ് മോട്ടിവേറ്റഡ്. നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ റവന്യൂ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വന്നു എന്ന് വരില്ല. സോ ദെൻ ചിലപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഓരോ പ്രാവശ്യം സ്റ്റാഫിന് സാലറി കൊടുക്കണം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ ടീംസ് പോരാ, സാലറീസും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻകം ആൻഡ് റവന്യൂ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ഓൺട്രപ്രണർ എപ്പോഴും ഒരു റിസ്ക് ടേക്കർ ആയിരിക്കും. ഒരു റിസ്ക് എടുക്കാൻ എബിലിറ്റി ഉണ്ടായിരിക്കണം. ആ റിസ്ക് ഏറ്റെടുക്കുന്നതിനിടയിൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മളെല്ലാം പുറകോട്ടു. നമ്മളെ വിശ്വസിച്ച ഒരു കമ്പനി, അതിനകത്തുള്ള സ്റ്റാഫുകൾ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളായിരിക്കും നമ്മൾ അല്ലേ. സോ മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ആൻഡ് കോൺഫ്ലിക്റ്റ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആർ യു അലോൺ ടേക്കിംഗ് ദ ഡിസിഷൻ? ഡു യു ഹാവ് എ പ്രോപ്പർ ലീഗൽ ടീം വിത്ത് യു, ഓർ ഈവൻ യു ഹാവ് എത്ര സ്ട്രാറ്റജീസ് ലീഡർഷിപ്പ് ഉണ്ട്, മിഡിൽ മാനേജ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസറി ബോർഡിൽ എത്ര പേരുണ്ട്, ഡിസിഷൻ മേക്കിങ്സിൽ ആരൊക്കെ ഇൻവോൾവ് ആണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദെൻ ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പോൾ കമ്പനി തന്നെ ചില കാര്യങ്ങൾക്ക് ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ട്. ചിലപ്പോൾ എല്ലാവരും കയറി ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇഫക്റ്റീവ് ഡിസിഷൻ മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജി നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോലിക്ക് അവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവരെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോപ്പർ നമ്മൾ ജോബ് ഡേറ്റാസ് അല്ലെ ജോബ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ അവരെ പ്രോപ്പറായിട്ട് അറിയിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിലാണ് അവർ കൂടുതലായിട്ട് കയറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യണം. ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഇഫ് കമ്പനിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും, നിങ്ങളുടെ പാർട്ട്നേഴ്സിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും, ഇഫ് യു ഹാവ് കോൺഫ്ലിക്റ്റ് വിത്ത് അതർ കൊളാബറേറ്റിംഗ് ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, നിങ്ങളുടെ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സ്കിൽ എത്രത്തോളം ബെസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൻ്റെ എത്രത്തോളം ബെസ്റ്റാണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടീം ബിൽഡിംഗ് ആൻഡ് ടീം വർക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നിങ്ങളുടെ ടീം ബിൽഡിംഗ് സ്കിൽ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ടീം വർക്ക് എത്രമാത്രം ബെസ്റ്റാണ്. സംടൈംസ് എംപ്ലോയേഴ്സ് അവർക്ക് ഒരു ടീം വർക്കും ഉണ്ടാവില്ല. ചില സ്റ്റാഫിന് നോക്കി ഒന്ന് ചിരിക്കുക പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ആൻഡ് വി വോണ്ട് ടു റൺ ദ ബിസിനസ്. അപ്പം ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു അപ്രോച്ച്, നിങ്ങളുടെ ചെറിയ ചെറിയ ആറ്റിറ്റ്യൂഡ്സ്, ദാറ്റ് റിയലി മാറ്റേഴ്സ്. And study your market and learn selling ideas. ഇപ്പോൾ മാർക്കറ്റ് സ്റ്റഡി ഇല്ലാതെ നമ്മൾ ആരും, ഒരു ബോസ് ഒരിക്കലും ഒരു സ്റ്റാഫിനെ മാത്രം ടു മച്ച് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് അല്ലെ, നമ്മളായിരിക്കണം ടോട്ടൽ ബോസ്, റൈറ്റ്? ആൻഡ് വി ഷുഡ് ലേൺ ദ മാർക്കറ്റ് ആൻഡ് വി ഷുഡ് ലേൺ ദ സെല്ലിംഗ് ഐഡിയാസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
And then leadership communication. How you communicate effectively. Thank you. Leadership communication. അവിടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ പാർഷ്യൽ ആകാൻ പാടില്ല. നമ്മളെല്ലാവരും കുറേ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം കമ്പനി ബോസുകളാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്യും ബിക്കോസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളൊരു ജനറ്റിക് പ്രോഗ്രാമിംഗ് ഉണ്ട്. നമ്മുടെ അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഉള്ളിൽ പോയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റി. അപ്പം നമ്മുടെ എല്ലാ സ്വഭാവവും പെർഫെക്റ്റ് ആവണമെന്നില്ല. യു മേ ബി ഹാവിങ് വെരി ഗുഡ് സ്കിൽ അല്ലെ, ബിസിനസ് സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമ്മൾ എല്ലായിടത്തും പെർഫെക്റ്റ് ആവണമെന്നില്ല. സോ അപ്പം ടു മേക്ക് അവർ സെൽഫ് ബെറ്റർ, ദ ബെസ്റ്റ്, we need to undergo a lot of training programs. നമ്മുടെ leadership training programs ഒക്കെ attend ചെയ്യുമ്പോൾ you will get a lot of ideas how you can be a super boss, a boss of your company. അതിനെക്കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ you need to update yourself always. And then developing human network. എപ്പോഴും നമ്മുടെ സ്റ്റാഫ് ചിലപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് വർക്ക് ചെയ്യാൻ ബെസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം, ഹ്യൂമൻ നെറ്റ്വർക്ക്, ഇതിനൊക്കെ ഒരു കമ്പനിക്ക് ഒരു ടോട്ടൽ പോളിസീസും എത്തിക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് കമ്പനീസ് വിസിറ്റ് ചെയ്യാൻ ഇവരെ കൊണ്ടുപോകണം. നമ്മുടെ സ്റ്റാഫിനെ മറ്റ് കമ്പനീസ് വിസിറ്റ് ചെയ്യാൻ, ആ വിസിറ്റ് ചെയ്തിട്ട് ആ കമ്പനിയിൽ അവിടെയുള്ള സ്റ്റാഫ് എങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഒരു കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നമ്മൾ പലതരത്തിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. വിളിച്ച് ഡയറക്റ്റ് വഴക്ക് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യാതെ തന്നെ നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സോ വി നീഡ് ടു അഡ്രസ് ദിസ് ഇഷ്യൂ. ഒരു ഇൻഡയറക്റ്റ് ലേണിങ്ങിനുള്ള അവസരം കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കമ്പനി വിസിറ്റ് ചെയ്തു, ആ കമ്പനിയുള്ള സ്റ്റാഫ് എങ്ങനെയാണ് ആസ് എ ന്യൂ ഒരു പുതിയ ആളുകളെ വെൽക്കം ചെയ്യുന്നത് എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്, ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന രീതികൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം പഠിക്കാൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേണിംഗ് സ്റ്റാഫിന് കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ആൻഡ് വി നീഡ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. നമ്മളിങ്ങനെ പല കമ്പനികൾ വിസിറ്റ് ചെയ്യണം, എത്രത്തോളം യാത്ര ചെയ്യാൻ പറ്റും, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടായാലും ഇവൻ നമ്മുടെ രാജ്യങ്ങളിൽ തന്നെ നമ്മുടെ സ്ഥലത്ത് തന്നെ ധാരാളം ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് നമ്മൾ നടത്തണം. ആൻഡ് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് പോകുമ്പം ഹൗ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഒക്കെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു നല്ലൊരു പ്രോപ്പർ അവയർനെസ് നമുക്ക് ഉണ്ടാവും. ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, കമ്പനിക്ക് ഒരു എത്തിക്സ് ഉണ്ടായിരിക്കണം. അത് എല്ലാ സ്റ്റാഫുകളും അത് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പുവരുത്തണം. ഇനി എവിടെയെങ്കിലും ബെൻഡിങ്, ഒരു എത്തിക്സിൽ ബെൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്, അതിനൊക്കെ ഒരു പ്രോപ്പർ ലോ ആൻഡ് ഓർഡർ കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ദെൻ പ്രത്യേകിച്ച് ഒരിക്കലും വർക്ക് പ്ലേസിലെ ഓഫീസ് പൊളിറ്റിക്സ്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി ആരോടും ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലാണ് ഒരു മനുഷ്യർക്ക് അത് അറിയാൻ പാടില്ല. ഒരു സ്റ്റാഫിനും അങ്ങനെ ഫീൽ കൊടുക്കാൻ നമ്മൾ പാടില്ല. അവർ ബോസ് ഇസ് ടു മച്ച് അറ്റാച്ച് ടു നമ്മുടെ കമ്പനിയുള്ള ഓരോ ആളുകളോട് അങ്ങനെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഫെയില്യൂർ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് ട്രൂത്ത്. ഇറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു എത്തിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് എൻ ഓൺട്രപ്രണർ, ആസ് എ ബോസ്. നിങ്ങൾക്കതില്ലെങ്കിൽ ഹൗ യു വിൽ ബി ഏബിൾ ടു ട്രെയിൻ യുവർ സ്റ്റാഫ് ടു ഫോളോ ദ എത്തിക്സ് ഓഫ് ദ കമ്പനി. യുവർ കമ്പനിയുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് കോർ എത്തിക്സും വാല്യൂസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ്. ഇപ്പോൾ ഞാനൊരു ഓണറായിരിക്കാം, ഓണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഐഡിയാസ് ഉണ്ടായിരിക്കാം, പക്ഷെ എല്ലാ സ്കില്ലും ആ ബിസിനസ് നന്നായി കൊണ്ടുള്ള എല്ലാ സ്കിൽസും എനിക്ക് ഉണ്ടാകണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വി ഹയർ പീപ്പിൾ. ഐ റൈറ്റ്? നമ്മൾ എന്ത് ചെയ്യും? നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ഹയർ ചെയ്യും. സോ ഐഡിയ വിൽ ബി യോഴ്സ്, ഐഡിയ നിങ്ങളുടെ ആയിരിക്കും, ബട്ട് വി ലിവറേജ് സ്കിൽസ്. മറ്റുള്ള ആളുകളുടെ കഴിവുകൾ നമ്മൾ ഹയർ ചെയ്ത് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിപ്പിക്കും. ഐ റൈറ്റ്? അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും വി ഓൾ ഹാവ് അവർ ഓൺ പ്ലാൻസ്. നമ്മുടെ ബിസിനസ്സിനെ പറ്റി നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു ആനുവൽ പ്ലാൻ അനുസരിച്ച് ബിസിനസ് റൺ ചെയ്യാം, ഉദ്ദേശിക്കുന്ന പോലെ നടക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാം. സോ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട് ഇവിടെ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് റൈസ്. യാ, ഹാൻഡ്സ് ഡൗൺ. അപ്പോൾ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദോസ് ആർ ഒരു ഗ്രേറ്റ് ലേണിംഗ് ലെസൺസ് തന്നെയാണ്. ഐ റൈറ്റ്? ഗ്രേറ്റ് ലേണിംഗ് ലെസൺസ് ആണ്. നമ്മൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, അതിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ന്യൂ യങ് ഓൺട്രപ്രണേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ല കമ്പനീസിൽ ഒരു 1-2 വർഷം വർക്ക് ചെയ്യണം. ബിഫോർ യു സ്റ്റാർട്ട് യുവർ കമ്പനി, ഫസ്റ്റ് യു ഷുഡ് വർക്ക് ആസ് എൻ എംപ്ലോയി. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ബോസിന്റെ കീഴിൽ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 വർഷം വർക്ക് ചെയ്യണം. സൈമൾട്ടേനിയസ്ലി യു ക്യാൻ പ്ലാൻ അബൌട്ട് യുവർ പ്രൊജക്ട്. നിങ്ങളുടെ പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ആൻഡ് യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ യു നോ ഹൗ ടു റൺ എ കമ്പനി, വാട്ട് ആർ ദ ചലഞ്ചസ് യു ആർ ഫേസിങ് ആസ് എൻ എംപ്ലോയി, ഓർ വാട്ട്
അവസരം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് വിജയിക്കുന്നതിനും ഒരു ബിസിനസ്സിന് പരാജയം ഉണ്ടാകുന്നതിനും പല റീസൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റീസൺസ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഓക്കെ, നമ്മൾ ഈ കമ്പനി ഈ പ്രോഡക്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ലൈഫ് ബോയ് സോപ്പ്, നിർമ്മ കമ്പനി, നോക്കിയ ഫോൺ, BPL, എസ്കോട്ടൽ, ഡൈനോറ, കെൽട്രോന്റെ സം ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാ. ഇസ് ഇറ്റ് ഫെമിലിയർ അല്ലേ? ഇതെല്ലാം ഫെമിലിയർ കമ്പനീസ് അല്ലേ? ഈ സ്മാർട്ട്നെസ് പോരാ. ഇഫ് യു ആർ ആൻ ഓൺട്രപ്രൂണർ, നിങ്ങളുടെ ഇതേപോലെ നിങ്ങളുടെ സ്റ്റാഫ് ബിഹേവ് ചെയ്താൽ മതിയോ? യു ഷുഡ് ബി വെരി അസേർട്ടീവ്. When you lead a company, you should be a role model to your all employees. ഈ കമ്പനീസിനെ പറ്റി പറയൂ. ഈ കമ്പനീസ് ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള കമ്പനികളല്ലേ? വാഷിംഗ് പൗഡർ, നിർമ്മ, നമ്മൾ കേട്ടിട്ടില്ലേ? ദ കമ്പനി സ്റ്റിൽ എക്സിസ്റ്റ്. പക്ഷെ നിർമ്മ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വാനിഷ് ആയിട്ടുണ്ട്. റൈറ്റ്? പണ്ട് നമ്മുടെ അമ്മയൊക്കെ നമുക്ക് നിർമ്മയൊക്കെ ഇട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ബട്ട് നിർമ്മയ്ക്ക് എന്ത് പറ്റി? BPL എന്ത് പറ്റി? നോക്കിയ ഫോൺസ് നമ്മൾ കുറെ ഉപയോഗിച്ചിട്ടുള്ളതാ അല്ലേ? നോക്കിയ വീണ്ടും വരാൻ നോക്കി മാർക്കറ്റിൽ, അവർക്ക് പറ്റിയിട്ടില്ല. നോക്കിയ അന്ന് നമുക്ക് നോക്കിയ യൂസ് ചെയ്യുന്ന സമയത്ത് സാംസങ് വരുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിളൊക്കെ ആ സ്ഥാനം ഏറ്റെടുക്കുമെന്നോ അവർക്ക് ദീർഘവീക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ദീർഘവീക്ഷണത്തിൽ അവരുടെ സ്ട്രാറ്റജീസിൽ ഫെയിലിയർ ഉണ്ടായി. ഇവരൊക്കെ ഗ്രേറ്റ് കമ്പനീസ് അല്ലേ? ഡൈനോറ TV ഒക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ? ഇവർക്കൊക്കെ എന്താ പറ്റിയിട്ടുണ്ടാവുക? നമുക്ക് ഒരു പരാജയം ഉണ്ടായിട്ടേ ഞാൻ പഠിക്കൂ എന്നുള്ള നിർബന്ധം ഉണ്ടാവരുത്. We need to go for research. നമ്മളൊരു ബിസിനസ്സുമായി മുൻപോട്ട് ഇറങ്ങുമ്പോൾ സൈമൾട്ടേനിയസ്ലി സെയിം ബിസിനസ് നടത്തുന്ന മാർക്കറ്റിൽ ഒരു സ്റ്റഡി നമുക്കുണ്ടായിരിക്കണം. ആ ബിസിനസ് നന്നായി നടത്തുന്ന ആളുകൾ എന്തൊക്കെയാണ്, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്താണ്, അല്ല ഹൗ ഐ ക്യാൻ ബി ഇന്നോവേറ്റീവ് ദാൻ their മാർക്കറ്റ് പ്രൊഡക്റ്റ് അല്ലേ? അങ്ങനെ നമുക്കൊരു അപ്പം അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലൈഫ് ഹിസ്റ്ററി നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആൻഡ് ദെൻ innovation matters. Uber, Oyo, Trivago, Flipkart, Amazon, OLX ഇതൊക്കെ വളരെ ഫെമിലിയർ ആണോ? ഒരു ക്ലാപ്പ് കൊടുത്തവർക്ക്. ഇവരൊന്ന് സ്വന്തമായി ട്രിവാഗോനെ മാറ്റിക്കോ. വാട്ട് ദെൻ സ്പെഷ്യലി ആമസോണും ഫ്ലിപ്കാർട്ടും നോക്കിക്കേ, സ്വന്തമായിട്ട് അവർ ഒരു കാര്യം ഓൺ ചെയ്യുന്നില്ല. am I right? പക്ഷെ അവരുടെ കയ്യിലെ മാർക്കറ്റ് ഫുൾ. am I right? എന്തുമാത്രം കോടി ടേൺ ഓവർ ഉള്ള കമ്പനീസാണ്. ഇന്നോവേഷൻ, വാട്ട് ദേ ആർ ഡിഫറെന്റ്. സോ അപ്പം എന്ത് ബിസിനസ്സും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ബട്ട് വി നീഡ് എ ടീം ഹു ക്യാൻ ക്രിയേറ്റീവ്ലി തിങ്ക്, ഹു ക്യാൻ ഇന്നോവേറ്റീവ്ലി കോൺട്രിബ്യൂട്ടിങ് ഇൻ ഡെവലപ്പിംഗ് എ ബിസിനസ് അല്ലേ? ഊബർ വന്നിട്ട് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഊബർ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടോ ഇവിടെ? ഇപ്പൊ നമ്മളെ ഭയങ്കരമായിട്ട് അവർ ചീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ചൂഷണം ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരെങ്കിലും ഈ ട്രാവൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ട്രാവൽ കമ്പനിയുമായി ബിസിനസ് നടത്തുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ എപ്പോഴും ഊബറിൽ പോകുമ്പോൾ ബട്ട് അവർ നമുക്ക് സൗകര്യമാണ്. കുറെ ചീറ്റിംഗ് ഇൻ ദ സെൻസ് അവർ മോണിറ്ററി സൈഡിൽ കുറെ കാര്യങ്ങൾ ഇപ്പം നമ്മളെ ആദ്യത്തെ അവരുടെ ഓഫേഴ്സ് ഒന്നും അല്ല ഇപ്പം. സോ നമുക്ക് കുറേ പൈസ ആകുന്നുണ്ട് നേരത്തെക്കാളും. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, വൈ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഒരു പുതിയൊരു സംരംഭം ടീമിന് എന്തുകൊണ്ട് ഊബർ പോലൊരു ഫെസിലിറ്റി, ഊബർ ആദ്യം തന്നുകൊണ്ട സൗകര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ഇറ്റ് ഈസ് എൻ ഇന്നോവേറ്റീവ് തോട്ട്, റൈറ്റ്? ഞാൻ ചോദിച്ചത്, നിങ്ങൾ പുതിയ ആളുകൾ യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതൊരു ജസ്റ്റ് ഒരു തോട്ടാണ്. അതുപോലെ ഒരു ആപ്പ് ഉണ്ടാക്കി എന്തുകൊണ്ട് ഇന്ത്യയിൽ ഊബർ പോലെ ഒരു പുതിയ സിസ്റ്റം ഉണ്ടായിക്കൂടാ? ഊബർ ആയിക്കോട്ടെ, ഓല ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഊബറിൽ പോലെ ഊബർ പോലെ മാത്രമല്ലല്ലോ, വേറെ ഫെസിലിറ്റി സൈമൾട്ടേനിയസ്ലി പോകുന്ന ആപ്സ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി മാത്രം പറഞ്ഞേ ഉള്ളൂ, ഊബറിനെ പറ്റി മാത്രം പറഞ്ഞേ ഉള്ളൂ. ഓല ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഓലയുടെ സ്കീംസ് ഒന്നും ഐ എം നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. പക്ഷെ ഗവൺമെന്റ് സെക്ടറിലാണ് ഞാൻ പറയുന്നത്. ഗവൺമെന്റ് സെക്ടറിൽ പോലും നമുക്കിപ്പം ഒരു അടുത്തൊരു 5 വർഷത്തിലേക്ക് അമേരിക്കയിലെ ഡ്രൈവേഴ്സ് ഒന്നും പൊസിഷനേ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് അത്രയ്ക്കും വേൾഡ് ഈസ് മൂവിങ് ഫാസ്റ്റ്. 5G ഒക്കെ വരികയാണ്. നമ്മൾ ഒരിടത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ട വണ്ടികൾ വന്ന് മുന്നിൽ നിൽക്കും. ഡ്രൈവറുടെ പോലും ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ഇന്നോവേഷൻ. ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി അത്രയ്ക്കും ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്തരത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം? അവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ കുറവുണ്ടായിട്ടല്ല, നമ്മുടെ ആളുകളിൽ സ്കില്ലിൽ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ സ്കിൽ ഗ്യാപ്സ് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. സോ ദെൻ
ഇത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ വാട്ട് എവർ നിങ്ങളുടെ ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകൾ ഏതൊക്കെ തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ദർ വിൽ ബി സം ഇന്നോവേറ്റീവ് ഐഡിയാസ് നിങ്ങളുടെ ബിസിനസ്സുമായി കണക്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റാഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഓണേഴ്സ് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് ചലഞ്ച് കൊടുക്കണം. ഇന്നോവേറ്റീവ് ആയിട്ട് ഈ ബിസിനസ്സിന് നിങ്ങൾക്ക് എങ്ങനെ വേറൊരു മാനം കൊണ്ടുവരാൻ പറ്റും, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ മാർക്കറ്റിൽ നമുക്ക് വേറെ ഏതൊരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. ടു ഫൈൻഡ് എ സൊല്യൂഷൻ. സോ എപ്പോഴും ഇന്നോവേഷന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ദർ വിൽ ബി ബിസിനസ്സിനടുത്ത് ഒരു സ്റ്റേജിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് ജസ്റ്റ് സീ സം റീസൺസ്. നോക്കൂ, എപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ഓൾവേസ് തിങ്ക് അബൌട്ട് ഹൗ ടു റിഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ദ റവന്യൂ. ആം ഐ റൈറ്റ്? അല്ലേ? നമുക്ക് എന്താ വേണ്ടത്? റിഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ദ റവന്യൂ. എപ്പോഴും തുടക്കത്തിൽ കഴിയണമെന്നുണ്ട്. ഒരു ട്രയൽ ആൻഡ് എറർ ലേണിംഗ് പീരീഡ് ഉണ്ടാവും. ആം ഐ റൈറ്റ്? ആൻഡ് ദെൻ ഹാവ് യു ഹേർഡ് അബൌട്ട് സ്കിൽ ഗ്യാപ്പ്? ആ വേർഡിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമോ? ഞാൻ ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, ആയിരിക്കാം. സ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞ വേർഡിനെ പറ്റി ഫെമിലിയർ ആയിട്ടുള്ളവർ ഒന്ന് കൈവെക്കും പ്ലീസ്. നമ്മളെല്ലാവരും അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചെറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, സ്കിൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ശേഷികളാണ്, ഒരു കൂട്ടം കഴിവുകളാണ്. വാട്ട് ഈസ് സ്കിൽ? മായ സ്കിൽ എന്താണ്? മായ എൻ്റെ ഈ പ്രോഗ്രാമിൽ വേറൊരു പ്രോഗ്രാമിൽ നമ്മൾ സ്കില്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നോട്ട് അബൌട്ട് സ്കിൽ ഗ്യാപ്പ്. സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Those are life skills. അതായത് റൈറ്റ്. സോ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കഴിവുകളാണ്, സെറ്റ് ഓഫ് സ്കിൽസ്, സെറ്റ് ഓഫ് ഒരു കൂട്ടം ശേഷികൾ എന്ന് പറയാം. മലയാളത്തിൽ പറഞ്ഞ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ജീവിത നിപുണതാ ശേഷികൾ എന്ന് പറയാം. ലൈഫ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ്, അങ്ങനെ ധാരാളം ശേഷികളാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവരും ഈ ഹാളിൽ ഇരിക്കുന്ന ആളുകൾ ഡിഫറെൻറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ ബിസിനസ്സും അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കൂട്ടം കഴിവുകൾ വേണം, അല്ലെ? എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബിസിനസ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഒരു ബിസിനസ് ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ റൈറ്റ്? ഒരു പത്രപ്രവർത്തനത്തിന് വേണ്ട കഴിവുകൾ ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിഷ് ഹോൾസെയിൽ സെയിൽ ചെയ്യാൻ വേണ്ട കഴിവുകൾ ഡിഫറെൻ്റ് ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ദെൻ സ്കിൽ. അപ്പം ഏതാണ് നിങ്ങളുടെ ബിസിനസ് എന്ന് വെച്ചാലും ആ ബിസിനസിന്റെ സക്സസ് അറ്റൈൻ ചെയ്യണമെങ്കിൽ വി നീഡ് എ സെറ്റ് ഓഫ് സ്കിൽസ്. അപ്പം ആ സ്കിൽസ് ഒരു ബിസിനസ് സക്സീഡ് ആവാൻ വേണ്ട സ്കില്ലും അതിന്റെ ടീം പ്ലേയേഴ്സിന് എക്സിസ്റ്റ് ചെയ്യുന്ന സ്കിൽസിലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും. അണ്ടർസ്റ്റാൻഡ്? ഒരു പർട്ടിക്കുലർ ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട കഴിവുകൾ, പക്ഷെ ആ കഴിവുകൾക്ക് പകരം ആ ടീമിലുള്ള ആളുകൾക്ക് ആ ശേഷി നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ പ്രൊജക്ട്സ് ഉണ്ട്. ഐ മീൻ റൈറ്റ്? ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ബോസ് ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്കില്ലുകൾ വേണം, എങ്കിൽ മാത്രമേ ആ പ്രൊജക്റ്റ് എനിക്ക് സക്സസ്ഫുൾ ആക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ആ സ്കില്ലുകൾ എനിക്കില്ലാതെ വരുന്നു. ഞാനെന്ന എംപ്ലോയിക്ക് പരിമിതികൾ, എൻ്റെ സ്കില്ലുകൾ, എനിക്ക് ആ ശേഷി ഇല്ലാതെ വരികയാണ്. അപ്പം ആ പർട്ടിക്കുലർ ബിസിനസ് ഗോൾ അച്ചീവ് ചെയ്യാൻ ഉള്ള പര്യാപ്തത എനിക്കില്ലാതെ വരുമ്പോൾ അതിനെയാണ് അറ്റൈൻ ചെയ്യേണ്ട സ്കില്ലും എക്സിസ്റ്റിംഗ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി, അവിടെയാണ് സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഐ മീൻ റൈറ്റ്? മനസ്സിലാവുന്നുണ്ടോ? ആ ഗ്യാപ്പിനെ നമ്മൾ ക്ലോസ് ചെയ്യണം. സ്കിൽ ഗ്യാപ്സിനെ നമ്മൾ ഓവർകം ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് സ്കിൽ ഗ്യാപ്സ് ഓവർകം ചെയ്യാൻ പറ്റും? ആദ്യം എനിക്ക് ആ കഴിവുകളില്ല എന്നൊരു അവയർനെസ് എനിക്ക് ഉണ്ടാവണം, അല്ലേ? ആ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ബോസിന് ഉണ്ടാവണം, എംപ്ലോയീസിന് ഉണ്ടാവണം. ഈ ഒരു പ്രൊജക്ട് സക്സസ്ഫുൾ ആകാൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്രൊജക്ട് സക്സസ്ഫുൾ ആകാൻ നമ്മുടെ എംപ്ലോയീസ്, നമ്മുടെ ടീം വർക്കിൽ എന്തൊക്കെ കഴിവുകൾ, എന്തൊക്കെ ശേഷികളുള്ള ആളുകളെ വേണം. നമ്മൾ ചിലപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഒരാളെ പിടിച്ചിരുത്തുന്നു, ഐ ടി സെക്ടർ നോക്കാൻ ഒരാളെ ഇരുത്തുന്നു, ഫിനാൻസിന് ഒരാളെ ഇരുത്തുന്നു. അത് അവർക്ക് ആ ഏരിയയിൽ കഴിവുകളുള്ളതുകൊണ്ടാണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ ടീം വർക്ക്, ലീഡർഷിപ്പ് ഉള്ള ആളുകളുണ്ടാവും, ലീഡർഷിപ്പ് ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കമ്പനിയുടെ ബിസിനസ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന ടീം മെമ്പേഴ്സിന്റെ സ്കിൽ ലെവൽ എന്താണ്? അവരുടെ സ്കിൽസ് എഫിഷ്യന്റ് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ സ്കിൽ ഗ്യാപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നമ്മുടെ ഓണേഴ്സ്, എംപ്ലോയർക്ക് ഉണ്ടാവും. അതനുസരിച്ചിട്ട് അവരെ എങ്ങനെ നമുക്ക് ആ സ്കിൽ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം? അവരെ നമ്മൾ എന്ത് ചെയ്യണം? അപ് സ്കിൽ ചെയ്യേണ്ടി വരും. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. സോ സ്കിൽ ഗ്യാപ്പ് റീസൺ ആണ്. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് പുറകോട്ട് പോകാനുള്ള റീസൺ സ്കിൽ ഗ്യാപ്പ് ഒരു കാരണമായേക്കാം.
ചിലപ്പോൾ നോ സ്കിൽ ഗ്യാപ്പ് ഇല്ല, ബട്ട് റവന്യൂ ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ടീമുണ്ട്, എന്നിട്ട് റവന്യൂ എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? സം അതർ ഗ്യാപ്സ് ആർ ദർ. വാട്ട്? ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്യാപ്പ് ഉണ്ടാവും. ചിലപ്പോൾ കമ്പനിയുടെ പെർഫോമൻസിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള ഫൈനാൻസ് ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്യാപ്പ് ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇത് ഫൈനാൻഷ്യൽ ഗ്യാപ്പും ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പും ഇല്ല, പക്ഷേ സ്കിൽ ഗ്യാപ്പിൽ പ്രധാനപ്പെട്ട സ്കിൽസും ഇല്ല. ചിലപ്പോൾ റിലേഷൻഷിപ്സിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഭയങ്കര എഫിഷ്യൻ്റാണ്, ഞാൻ ഭയങ്കര മിടുക്കിയാണ്, എൻ്റെ ഓഫീസിൽ വേറെ ഭയങ്കര മിടുക്കിയായിട്ടുള്ള ആളുണ്ട്, പക്ഷെ നമുക്ക് തമ്മിൽ റിലേഷൻഷിപ്സിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്സിൽ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഐ മീൻ റൈറ്റ്? ആൻഡ് ദെൻ ഇപ്പൊ റവന്യൂ ഗ്യാപ്പും സ്കിൽ ഗ്യാപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? കമ്പനി ബിസിനസ് പൂട്ടാൻ എന്താണ് പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ്. സ്കിൽ ഗ്യാപ്പും ഉണ്ട്, നമുക്ക് റവന്യൂലും ഗ്യാപ്പ് അല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ റവന്യൂ വന്നിട്ടില്ലെങ്കിൽ ആ ബിസിനസ് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കണ്ട പല കമ്പനികളും പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന കമ്പനിക്ക് ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഇത്ര ഗ്രേറ്റ് ടേൺ ഓവർ ഉള്ള കമ്പനികൾ ഇന്ന് കാണാൻ പോലും ഇല്ല. ആമേ റൈറ്റ്? അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് എങ്ങനെയാ? ഒരു വലിയ പരാജയം ഉണ്ടായിട്ടല്ല നമ്മൾ നമ്മുടെ ബിസിനസിനെ പറ്റിയും അതിന്റെ ഫ്യൂച്ചറിനെ പറ്റിയും ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ ചോദിച്ചു, ഹൗ മെനി ഓഫ് യു വാണ്ട് ടു ബി റിയലി എ ബില്യണയർ? നമുക്ക് ആ തോട്ട് ഉണ്ട്, പക്ഷെ നമ്മുടെ ഗ്രോത്ത് ഓഫ് ദ കമ്പനി, നമ്മുടെ എംപ്ലോയീസിന്റെ ഗ്രോത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആമേ റൈറ്റ്? സ്കിൽ ഗ്യാപ്പിന് പല റീസൺസ് ഉണ്ട്. പല ബിസിനസ് ഓണേഴ്സിനും സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കില്ല. ദേ ആർ നോട്ട് ഫോക്കസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ദ സ്റ്റാഫ്, അല്ലെങ്കിൽ ക്ലോസിംഗ് ദ സ്കിൽ ഗ്യാപ്പ് ഓഫ് ദ പ്രസന്റ് എംപ്ലോയി. സോ അതൊക്കെ നമ്മുടെ ബിസിനസ്സിന് താഴോട്ട് കൊണ്ടുപോകാനുള്ള റീസൺസ് ആണ്. സോ വാട്ട് ഇസ് സ്കിൽ ഗ്യാപ്പ് മീൻ? സ്കിൽ ഗ്യാപ്പ് is the difference in the skills required. Skill gap is the difference in the skill required on the job and the actual skill possessed by the employee. ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ ഒരു എംപ്ലോയിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ലും യഥാർത്ഥത്തിൽ അയാൾക്ക് ഉള്ള അയാളുടെ ശേഷിയും തമ്മിലുള്ള വ്യത്യാസമാണ് സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയല്ലോ? സ്കിൽ ഗ്യാപ്പ് പ്രസൻസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ആസ് ആൻ ഓണർ നമ്മുടെ സ്റ്റാഫിലെ എംപ്ലോയീസിൽ സ്കിൽ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഓണേഴ്സ് എന്ന് പറഞ്ഞ സ്കിൽ ഗ്യാപ്സ് ഉണ്ടാവും പല കാര്യത്തിലും. നമുക്ക് സ്കിൽ ഗ്യാപ്സ് ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ that is an opportunity for the company and the employee to identify the missing skills and try to gain them. ഒരു ഓണർ എന്ന നിലയിൽ ഞാൻ എവിടെയൊക്കെയാണ് വീക്ക്, എൻ്റെ ഏതൊക്കെ സ്കിൽസ് ആണ് വീക്ക്? സോ ഇഫ് ഐ ആം വീക്ക് ഇൻ സർട്ടൻ ഏരിയ, ഹൗ ഐ ക്യാൻ ബാലൻസ് ഇറ്റ് ടു റൺ ദ ബിസിനസ് ഇൻ എ സക്സസ്ഫുൾ വേ. യു അണ്ടർസ്റ്റാൻഡ്? അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്യേണ്ടതാണ്. അത് സെയിം വേ നമ്മുടെ എംപ്ലോയീസിനുള്ള സ്കിൽ ഗ്യാപ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ മാനേജ്മെന്റുള്ള ആളുകൾക്ക് അവരുടെ സ്കിൽ ഗ്യാപ്സ് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അവരെ എങ്ങനെ നമുക്ക് അപ്സ്കിൽ ചെയ്യാം. ഇത്തരത്തിലുള്ള എംപ്ലോയിയുടെ ഒരു എംപവർമെന്റ് അവിടെ നടന്നിട്ടില്ലെങ്കിൽ that will directly and indirectly affect your business. Am I right? അങ്ങനെ വലിയ കമ്പനി പോകുമ്പോൾ പോലും പലയിടങ്ങളിലും അത്തരം പോരായ്മകൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് കമ്പനി തന്നെ ഷട്ട് ഡൗൺ ചെയ്യുന്ന അവസ്ഥകളിലേക്ക് പോകുന്നത്. സോ ആസ് ആൻ ഓൺടർപ്രണേഴ്സ് നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ്, എൻ്റെ സ്കില്ലിൽ എനിക്ക് വേണ്ട സ്കിൽ എന്തൊക്കെയാണ്, എവിടെയാണ് അവിടെ ഗ്യാപ്പ് ഉള്ളത്, ഹൗ ഐ ക്യാൻ സ്കിൽ മെയിൻ്റനൻസ് എങ്ങനെ നടത്താം, എൻ്റെ സ്റ്റാഫിനെ എങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എംപവർ ചെയ്ത് അവരുടെ സ്കില്ലപ്പ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വി ഹാവ് ടു ഹാവ് എ പ്ലാൻ. പിന്നെ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സ്കിൽസ് എന്ന് പറയുമ്പം ഒരു പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ ഈ സ്കിൽസ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ പ്ലാനിങ്. നമുക്ക് നല്ല ടീമുണ്ട്, പ്ലാനിങ് നീഡ്സ് ലോട്ട് ഓഫ് അതർ സ്കിൽസ് അല്ലെ. കുറേ സോഫ്റ്റ് സ്കിൽസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം, റിസ്കുകൾ അനാലിസിസ് ചെയ്യണം അല്ലെ. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പ്ലാനിങ്ങിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തുമാത്രം റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് റവന്യൂ വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ, അതോ വി നീഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടു സപ്പോർട്ട് ദ ടീം. അങ്ങനെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടീം, നമുക്ക് സൂപ്പർ ടീം നമ്മുടെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ ആ ടീമിന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് തന്നെ വേണ്ട കാര്യങ്ങളാണ്. Am I right? മനസ്സിലാവുന്നുണ്ടോ? Are you all with me?
സോ ഇതൊക്കെ ഫിയർ ഫാക്ടേഴ്സ് അല്ല, എംപ്ലോയർക്കായിക്കോട്ടെ എംപ്ലോയീസിനായിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒരു കമ്പനിയുടെ ബിസിനസ്, നിങ്ങളിത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ഒരു കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹൗ മച്ച് യുവർ ടീം ഈസ് ഗുഡ് ഇൻ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് തിങ്സ്, അനലൈസിങ് തിങ്സ്, ഇവാലുവേറ്റിംഗ് തിങ്സ്, പ്രസന്റിങ് യുവർ പ്രൊഡക്ട്സ്, ആൻഡ് സെയിൽസിൽ എത്രമാത്രം ബെസ്റ്റ് ആണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, how far you're good in collaborating yourselves with other company, and then how far you're good in your human resource management strategy building, നിങ്ങളുടെ കമ്പനിയുടെ എത്ര ബെസ്റ്റ് ആണ്, ആൻഡ് ഫ്രെയിംവർക്ക്, നിങ്ങളുടെ കമ്പനിയുടെ ഒരു ടോട്ടൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് യുവർ സ്റ്റാഫ്. കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെൻസ് നമ്മുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് സെയിൽസ് മാത്രമല്ല, ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ ഒരു ബിസിനസ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോസിംഗ് ബിസിനസ് ഉണ്ട് അല്ലെ. ബിസിനസ് ടേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, ഹൗ യു ക്യാൻ ക്ലോസ് യുവർ ബിസിനസ്. ഓൾ ദീസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നമ്മുടെ കമ്പനി കുറച്ച് വളരുന്ന അനുസരിച്ച് നമുക്ക് മീഡിയാസുമായിട്ട് കമ്പനി അസോസിയേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇതൊക്കെ ഇത്തരം പ്രോഗ്രാം നിങ്ങളിപ്പോൾ ഒരു കൈൻഡ് ഓഫ് മീഡിയ മാനേജ്മെന്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ വാട്ട് പാർട്ട്ണറിങ് ചെയ്തിരിക്കുന്ന പലരും ഒരു കൈൻഡ് ഓഫ് മീഡിയ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദെൻ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഓരോ ഗോൾസും, നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഗോൾസിലും ഒത്തിരിയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ടീമിന് അതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഗോൾ നിങ്ങളുടെ മാത്രം ഗോളാണോ, നിങ്ങളുടെ ടീമിന് അത് അറ്റൈൻ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയെ പറ്റി മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗോൾ സെറ്റ് വെറുതെ നമ്മുടെ ഒരു സ്വപ്നത്തിൽ സെറ്റ് ചെയ്യലല്ല, അതിന്റെ പ്രാക്ടിക്കബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു തടസ്സങ്ങൾ എന്തൊക്കെയുണ്ട്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഇറ്റ് റിക്വയർഡ് ലോട്ട് ഓഫ് സ്കിൽസ്. ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു കീപ് എ proper goal setting. And then how far your team is good in implementing and managing the whole company, and how far your team is good in expanding your product, different product company implement cheyanum allengil company expand cheyyunnal, how far you are good and your staff is good in supporting you. അത്തരത്തിലുള്ള ഒരു വിഷൻ കമ്പനി നിങ്ങളുടെ മാത്രമല്ല, കമ്പനിയുടെ ഒരു കമ്പനിക്ക് ഒരു ലെഗസി ഉണ്ടാവണമെങ്കിൽ അത് ആ ഒരു ബോധം സ്റ്റാഫിനും ഓണർക്ക് മാത്രമല്ല ഉണ്ടാവേണ്ടത്. ആ ഒരു വാല്യൂ നമ്മുടെ ആർക്കുണ്ടാവണം, നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനുണ്ടാവണം. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും അഡിഡാസ് ഷൂസിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അഡിഡാസിന് ആഫ്രിക്കയിൽ മാത്രം, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാനൊന്ന് പറയാറുണ്ട്, അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അഡിഡാസ് കമ്പനിക്ക് എല്ലായിടത്തും അവർക്ക് ഫ്രാഞ്ചൈസീസും എല്ലാ രാജ്യത്തും അവർക്ക് ആളുകളുണ്ട്. ബട്ട് ആഫ്രിക്കയിൽ മാത്രം ഇവർക്ക് പ്രൊഡക്ട്സ് ബിസിനസ് ലോഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, കമ്പനിയുടെ ഒരു സെയിൽസ് പേഴ്സൺ ടീമിനെ ആദ്യം കമ്പനിയിൽ നിന്ന് വിട്ടു, ആഫ്രിക്കയിൽ പോയി. ആ പേഴ്സൺ പോയിട്ട് വന്നിട്ട് അവർ പറഞ്ഞെന്താ, അവർ പറഞ്ഞു ആഫ്രിക്കയിൽ ആരും ചെരുപ്പ് ഉപയോഗിക്കില്ല. ഓക്കെ, ആർ യു ഓൾ വിത്ത് മീ? ആഫ്രിക്കയിൽ ആരും ചെരുപ്പ് ഉപയോഗിക്കില്ല. സോ നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല, ബിക്കോസ് അവിടെ വേറെ കമ്പനിക്കാരൊന്നും അവിടെ വരുന്നില്ല. കാരണം ബിക്കോസ് എന്തുകൊണ്ടാണ് അവിടെ വരാത്തത്, ചെരുപ്പ് അവിടെ ആരും ഉപയോഗിക്കുന്നില്ല. അപ്പം നമുക്ക് അവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല. ഓക്കെ, ദ സെയിം കമ്പനി ഹാവ് സെൻഡ് അനദർ ടീം, വേറൊരു ടീമിനെ വിട്ടു. വേറൊരു ടീമിനെ വിട്ടപ്പോൾ അവർ കൊണ്ടുകൊടുത്ത റിപ്പോർട്ട് എന്താ, വി ഹാവ് എ വണ്ടർഫുൾ മാർക്കറ്റ് ദെയർ ഇൻ ആഫ്രിക്ക, ബിക്കോസ് അവിടെ ആരും വേറെ ഒരു കമ്പനിക്കാരും ചെരുപ്പുകാരും വന്നിട്ടില്ല, പിന്നെ ആരും ചെരുപ്പ് ഇടുന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വി ഹാവ് എ ഹ്യൂജ് മാർക്കറ്റ് ഇൻ ആഫ്രിക്ക. ദാറ്റ് ഈസ് ദ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഓഫ് എംപ്ലോയീസ് അല്ലേ. ഡിഫറെന്റ് നിലവാരത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ നമുക്ക് സെക്കൻഡ് ലെവലിൽ തിങ്ക് ചെയ്യുന്ന ആളുകളെ വേണ്ടത് അല്ലേ നമുക്ക് കമ്പനിക്ക്. ആം ഐ റൈറ്റ്? അങ്ങനെ ആകുമ്പോഴേ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആം ഐ റൈറ്റ്? കമ്പനിക്ക് എക്സ്പാൻഷൻ ഉണ്ടാവണമെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന നല്ല ലാറ്ററൽ തിങ്കിങ് ഉള്ള നമുക്ക് സ്റ്റാഫ്സിന് വേണം. എല്ലാം നമ്മൾ പറഞ്ഞില്ലേ, ബോസ് മാത്രമല്ല, എല്ലാ ഐഡിയയും ബോസ് മാത്രമല്ല കൊടുക്കണം. വി നീഡ് ബോസ് ചിന്തിക്കുന്ന പോലെ പാരലലി ചിന്തിക്കാനും തോട്ട് സപ്പോർട്ടും തരാൻ കഴിയുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദെൻ customizing and extending, data migrating, consulting, negotiating, approaching and recruiting, retaining, teaming, budgeting, prioritizing, designing, financing. ഇതെല്ലാം ഓരോ ഏരിയാസാണ് ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ആ ഏരിയാസ് എല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്ന ടീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ സ്കിൽസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ അല്ലേ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടല്ലേ. നിങ്ങളുടെ കമ്പനീനെ വളരെ നല്ലൊരു നിലവാരത്തിലേക്ക് ഉയർത്തണമെങ്കിൽ your company should handle all these things in a very efficient way. So you need a very super team along with you. അല്ലെ, നിങ്ങളുടെ ഓരോ പ്രോജക്റ്റിന്റെ കൂടെ ഒരു സൂപ്പർ
ടീം ഉണ്ടായിരിക്കണം. ആ സൂപ്പർ ടീമിന്റെ സ്കിൽസ് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കണം നിങ്ങളുടെ ടീം മെമ്പേഴ്സ്. ആൻഡ് ദെൻ റീസൺസ് ഫോർ സ്കിൽ ഗ്യാപ്പിനെ പറ്റി ഒന്നുകൂടെ പറയാണ്. എന്തുകൊണ്ടാണ് സ്കിൽ ഗ്യാപ്സിന് പല റീസൺസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഹയർ ചെയ്തിരിക്കുന്ന സ്റ്റാഫിനും നിങ്ങൾക്ക് ചിന്തിക്കാം. ഇഷ്യൂസ് സച്ച് ആസ് ഫാസ്റ്റ് ചേഞ്ചിങ് നേച്ചർ ഓഫ് ദ ടെക്നോളജി. ടെക്നോളജിയിൽ അപ്ഗ്രേഡേഷൻ ഇല്ലാതെ നമ്മുടെ പഴയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും, ഒരു 10 വർഷം 15 വർഷമായിട്ട് കമ്പനിയിലുണ്ടായിരിക്കും. പക്ഷെ ന്യൂ ടെക്നോളജിയുമായിട്ട് പേടിയായിരിക്കും. കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, പുതിയ ആപ്സ് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പം എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ റിക്വയർഡ് സിസ്റ്റമായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷന്റെ സിസ്റ്റവുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ടീം ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ OLX ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ദെൻ അതർ കമ്പനീസ്, ഊബറൊക്കെ നമ്മുടെ മനുഷ്യരുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവരുടെ ബിസിനസിനെ മാർക്കറ്റിലേക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ ആവശ്യക്കാരുള്ളത്. ആമേ റൈറ്റ്? നിങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് സെല് ചെയ്യാതെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ആവശ്യക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലേ? നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വിൽക്കാനിരിക്കുമ്പോൾ നമ്മളോട് ഒരു കാര്യം ഡയറക്റ്റ് വിൽക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് വാങ്ങുമോ? നമുക്ക് ഇഷ്ടമാണ്, നമ്മളൊക്കെ ബിസിനസ്സുകാരല്ലേ, വാങ്ങുമോ? ഇല്ല. സോ ദാറ്റ്സ് അനദർ സ്ട്രാറ്റജി. അതിനകത്ത് പലതും പറയുന്നുണ്ട് നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ അല്ലേ. ഇവിടെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് സെല് ചെയ്യാൻ പാടില്ല. ഒരിക്കലും പോയിട്ട് നമ്മുടെ ബിസിനസ് ഡയറക്റ്റ് സെല് ചെയ്യാതെ അതിന്റെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കി മറ്റൊരാൾക്ക് റിക്വയർമെന്റ് തോന്നണം, അവർക്ക് തോന്നണം നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കണം അല്ലെ. അതിന് വേറൊരു സ്കില്ല് വേണം. ഒരു സ്കിൽ സെറ്റുള്ള എംപ്ലോയീസ് നിങ്ങളുടെ ടീമിലുണ്ടോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോ ഇഷ്യൂസ് സച്ച് ആസ് ഫാസ്റ്റ് ഗ്രോയിങ് നേച്ചർ ഓഫ് ദ ടെക്നോളജി ആൻഡ് ലാക്ക് ഓഫ് ട്രെയിനിങ് റിസോഴ്സസ്. അതായത് ടെക്നോളജിയുടെ ഇഷ്യൂസ് ഉണ്ട്, പ്രോപ്പർ ട്രെയിനിങ് ഇപ്പോഴത്തെ നിലവാരത്തിനനുസരിച്ച് ഉയർന്ന് പെർഫോം ചെയ്യാനുള്ള പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല. ആൻഡ് ലെസ് എക്സ്പീരിയൻസ്. സംടൈംസ് പുതിയ ആളുകളായിരിക്കാം, അവർ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈഗ്രേഷൻ ഉണ്ടാവും അല്ലെ. ഒരു പ്രൊജക്റ്റോ അതർ പ്രൊജക്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി ടു അതർ കമ്പനി, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള. അതായത് നമുക്കിപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാവും. നമുക്ക് ഒരാളെ വേണം, നമ്മൾ ഹയർ ചെയ്ത് വെക്കും ഒരാളെ. അപ്പൊ അവർക്ക് നമ്മൾ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മുമ്പ് ചെയ്യുന്ന പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. ലെസ് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അവിടെ നമ്മുടെ പുതിയ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഗ്യാപ്സ് ആ എംപ്ലോയിൽ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഏബിൾ ടു ഫോളോ വിത്ത് മീ? And then the companies are unwilling to pay sufficiently. ആളുകളുടെ സ്കില്ലിനനുസരിച്ച്. I'll tell you one thing. I used to say when I was working as a principal, I was receiving 1.5 lakh salary as a principal. Okay, monthly 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ദെൻ ബട്ട് സ്കൂൾസിൽ പ്രിൻസിപ്പലിന് 1.5 ലക്ഷം രൂപയൊന്നും കിട്ടുന്ന സ്കൂൾസ് വളരെ കുറവാണ് അല്ലേ? റൈറ്റ്? ഒരു സ്കൂളിൽ മാക്സിമം ചിലപ്പോൾ, അതായത് ഒരു കേരള സ്ട്രക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു മാക്സിമം ഒരു 70,000 അല്ലെങ്കിൽ അത്രയും വലിയ രീതിയിൽ കൊടുക്കുന്ന ഒരു കോർപ്പറേറ്റ് ലെവലിൽ തിങ്ക് ചെയ്യണമെങ്കിൽ മാത്രം 1 lakh ഒക്കെ പോവാം. സോ ഹൗ ഐ വാസ് നെഗോഷിയേറ്റിംഗ് മൈസെൽഫ് ആസ് എൻ എംപ്ലോയി ടു മൈ എംപ്ലോയർ? My skills. I used to say I'm a counselor. I have counseling skills. I'm a trainer. I'm a CBSE master trainer, and I'm experienced in various other topics. I'm a very good trainer, so I can handle your students, I can handle your staff, I can handle your parents. Even I can guide you, and I have a strong administration skills. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൽസ് വെച്ചാണ് ഞാൻ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. സോ വെൻ യു വാണ്ട് ടു ഹയർ, സോ യു ഷുഡ് ഡെവലപ്പ് യുവർ സ്കിൽസ്. സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നല്ല കഴിവുള്ള ആളുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പേ ചെയ്യണം. സംടൈംസ് കമ്പനി അതിലെന്ത് ചെയ്യും? കമ്പനി കോംപ്രമൈസ് ചെയ്യും. റൈറ്റ്? നല്ല സ്കിൽഡായിട്ടുള്ള ആളില്ലെങ്കിലും ആരെങ്കിലും നമ്മളെടുത്ത് സാലറി കുറച്ചൊക്കെ വെക്കുമ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ദെൻ നമ്മുടെ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും കുട്ടികൾക്കൊന്നും അങ്ങനെ സ്കിൽ ട്രെയിനിങ്ങിൽ ഇപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ച് അല്ലെങ്കിൽ ഗ്ലോബൽ ജോബ് റിക്വയർമെന്റിന് അനുസരിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂത്ത് പെർഫോം ചെയ്യാത്ത സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെല്ലാം സ്കിൽ ഗ്യാപ്സിന്റെ റീസൺസ് ആണ്. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്കിൽ ഗ്യാപ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആസ് എൻ ഓൺട്രപ്രണർ, ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് യുവർ ബിസിനസ്, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ റൈറ്റ് സ്കിൽഡ് ടീം. ഇപ്പോൾ നമ്മൾ അക്കാഡമിക്കിൽ 90% മാർക്കുള്ള ആളുകളെ മാത്രമൊന്നുമല്ല ഇപ്പോൾ ജോലി കൊടുക്കുന്നത്. When you hire a person, if that person is trainable or not, you understand? So hire for attitude എന്ന് പറയും നമ്മൾ. Hire for attitude. എക്സ്പീരിയൻസ് ഇല്ല, നോളജ് ഇല്ലെങ്കിൽ പോലും നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഹയർ ചെയ്താൽ we can train them.
സോ അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന ആളുകളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ ടീമിനെ നമുക്ക് അപ്സ്കിൽ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കാണ്. ബിക്കോസ് വി ആർ ബിസിനസ് ആൻഡ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ട്രെയിൻ ദ റിക്വയർഡ് സ്കിൽ സെറ്റ് ഇൻ അവർ എംപ്ലോയീസ്. So what strategy you adopt for you and your employee in enhancing skills that require to run a successful business? ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഒത്തിരി കാര്യങ്ങൾ സ്കിൽ അപ്പ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? Am I right? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ കുറച്ച് സ്കിൽസിനെ പറ്റി പറഞ്ഞു, അയ്യോ ഇവിടെ ഞാൻ ഇച്ചിരി വീക്കാണല്ലോ, അതായത് ആ സ്കിൽ എനിക്ക് കുറച്ചുകൂടെ ശരിയാക്കാനുണ്ടല്ലോ. നമ്മൾ അങ്ങനെയുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ ആണ് വേണ്ടത്. നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മൾ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന് നമ്മളുടെ ഉള്ളിലേക്ക് ചിന്തിക്കാൻ മനസ്സിലാക്കിയാൽ there is a space for us to grow. ആ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. Am I right? So how is it possible? And you and your team can be trained. അത് ഞങ്ങളെ പോലെ ആളുകളൊക്കെ ട്രെയിൻ ചെയ്യാൻ വിളിക്കണം. Okay? We will build your business. Another thing, for us that could find a solution. Remuneration, recognition, reward and resource development. ഇതൊന്നും മാനേജ്മെന്റിലെ ബുക്സിൽ കിട്ടുന്നൊന്നും ആയിരിക്കില്ല. ഞാൻ എന്റെ ബേസിസിൽ ഇതിലും കാര്യങ്ങൾ കാണും. എന്റെ ഒരു എക്സ്പീരിയൻസ് ബേസിൽ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. when you go for a business ബുക്കിൽ നോക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ടാവും. ഇത്രയും മതി, ഇത്രയും കാര്യങ്ങളെങ്കിലും മര്യാദയ്ക്ക് ചെയ്താൽ we can run our business very successfully. Remuneration is very important. Am I right? Yes. നല്ല ശമ്പളം കൊടുത്തേ കിട്ടില്ല. And then recognition. ഇനി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിലയിരുത്തപ്പെടണം, അല്ലെ? അത് വിലയിരുത്തിയിട്ട് അതിനൊരു അക്നോളജ്മെന്റ് ഉണ്ടാവും. ചിലടത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഈ സ്കിൽ ഗ്യാപ്പ് എന്നുള്ളത് ഒരു ടീമിൽ ഓക്കെ. നമ്മുടെ ഒരു ടീമിൽ ഒരു പ്രൊജക്റ്റിന് നമ്മൾ 5 പേരുണ്ടെങ്കിൽ ആ 5 പേരിൽ 1-2 ആളുകൾ ഭയങ്കര സ്മാർട്ട് ആയിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാള് വേറൊരാളായിരിക്കാം ടീമില്. പക്ഷെ ആ ആള് മെ നോട്ട് ബി ദാറ്റ് മച്ച് ഗുഡ് ഇൻ പുറത്തിങ്ങനെ ഭയങ്കര ഷോ ഓഫ് ചെയ്യാൻ കഴിയുന്ന ചെയ്യത്തില്ലായിരിക്കാം. സോ അപ്പൊ ആ ആളുടെ എഫേർട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് മിക്കവാറുള്ള ഓർഗനൈസേഷൻസിലൊക്കെ നടക്കുന്നതാണ്. അത് മനസ്സിലാക്കാൻ ഒരു ശേഷം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ടീമിൽ ഏറ്റവും നല്ല ടീം പ്ലേയേഴ്സ് ആരാണ്, പിന്നെ ഫോൾസ് പ്ലേയേഴ്സും ഉണ്ട്, അല്ലെ? ടീം പ്ലെയർ ആരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ചിലപ്പോൾ ഒരുപക്ഷെ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാള് അവർ വന്നിട്ട് ഒരിക്കലും മുമ്പിൽ വന്ന് പെർഫോം കാണിക്കണം എന്നില്ല. ബട്ട് ദേ വിൽ വർക്ക് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സോ റെക്കഗ്നൈസ് ചെയ്യണം നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ആരാണ്. ചെറിയൊരു പോസിറ്റീവ് തിങ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ട റെക്കഗ്നിഷൻ കൊടുക്കുമ്പോൾ ദേ ഹാവ് ആൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും ടു വർക്ക് അക്കോർഡിംഗ് ടു ദ മിഷൻ ആൻഡ് വിഷൻ ഓഫ് യുവർ കമ്പനി. ആൻഡ് ദെൻ റിവാർഡ് കൊടുക്കണം. ഞാൻ ആക്ച്വലി സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഞാൻ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എൻ്റെ ആർട്ട് ടീച്ചറിനോട് പറയും. അവരാണല്ലോ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരോട് പറയും ജസ്റ്റ് ഇറ്റ് കോസ്റ്റ് നത്തിങ്. ആക്ച്വലി ഒരു ലെസ് ദാൻ 50 rupees ആവുള്ളൂ. ഐ ഗിവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ ബൈ പ്രിൻസിപ്പൽ അനിത ദിലീപ്. ഒരു എന്താ നമ്മൾ ചെയ്യാതെ ലാമിനേറ്റ് ചെയ്ത് ചുമ്മാ അസംബ്ലിയിലൊക്കെ കൊടുക്കും. യു അണ്ടർസ്റ്റാൻഡ്? അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. അതുപോലെ നല്ല എക്സ്പീരിയൻസ് ലെറ്റർ ഞാൻ കൊടുക്കുമ്പോൾ പോലും ചിലപ്പോൾ 1 പേജോ 2 പേജോ ഞാൻ ഒരു പേജോ 2 പേജോ അവരുടെ. സോ ഞാൻ ആസ് എ പ്രിൻസിപ്പൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും വെൻ ഐ റിസീവ്ഡ് മൈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് പറഞ്ഞ് എഴുതിക്കാൻ പറ്റുന്നല്ലോ. എന്താ ദിസ് പേഴ്സൺ വാസ് വർക്ക് വിത്ത് us in so and so year and she was നമ്മുടെ ഒരു നെറ്റിൽ നിന്ന് എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ലൈക്ക് അങ്ങനെ അതൊരു സിസ്റ്റമാണ്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഐ റിസീവ്ഡ് ഇറ്റ്. എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയായിരുന്നു? അനിത ദിലീപ് വാസ് വർക്കിംഗ് വിത്ത് ഫ്രം ദിസ് ടെന്യൂർ ടു ദിസ്. അല്ലെങ്കിൽ ആ സമയത്ത് ഷീ വാസ് സക്സസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ ഒരു 4 വരിയിൽ തീരും. പക്ഷെ വെൻ ഐ ഗിവ് എ സർട്ടിഫിക്കറ്റ് ടു മൈ ടീച്ചേഴ്സ്, മൈ സ്റ്റാഫ്, ചിലപ്പോൾ 1 പേജ് 2 പേജുള്ള കൊടുത്തിട്ടുണ്ട് ഞാൻ. അവർക്ക് ഷീ വാസ് വെരി ഗുഡ് ഇൻ ദിസ് ഗുഡ് ഇൻ ദാറ്റ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആൾക്ക് ജോലി കിട്ടാൻ മരിക്കണം അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡ്? നമ്മൾ അത്രത്തോളം അത് നമ്മളിങ്ങനെ ഹയർ ചെയ്തവർ മാറ്റി വിടണം എന്നല്ല പറഞ്ഞത്. വെൻ വി ട്രെയിൻ വി വാണ്ട് പീപ്പിൾ ടു ബി വിത്ത് us. നമ്മൾ നല്ലൊരു എംപ്ലോയർ ആണെങ്കിൽ പീപ്പിൾ വോണ്ട് ഗോ, ദേ വോണ്ട്. അങ്ങനെ കഴിയുന്നില്ല. നമ്മൾ ഇത്രയും ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വി വാണ്ട് ദം, അല്ലെ? നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ ഏറ്റവും വലിയ എബിലിറ്റി, സ്ട്രെങ്ത്. അപ്പൊ അവരെ ബിൽഡ് ചെയ്യുക, അവരെ കൂടെ നിർത്തുക. കൂടെ നിൽക്കുന്നില്ലെങ്കിൽ is there any problem with us? നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? നമ്മുടെ അപ്രോച്ചിലും ആറ്റിറ്റ്യൂഡിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ വി ഹാവ് ടു ഹാവ് എ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ 4 hours നമുക്ക് നമ്മുടെ സ്കിൽ ഗ്യാപ്സ് കുറയ്ക്കാൻ പറ്റും. നോട്ട് സ്കിൽ ഗ്യാപ്പ് കുറയ്ക്കാൻ റെമ്യൂണറേഷനും റെക്കഗ്നീഷനും അല്ല ഞാൻ പറഞ്ഞു. റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്.
ഈ 4 hours പോയാൽ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ആൻഡ് ബിസിനസ് വിൽ ബി നമുക്ക് എമേർജ് ചെയ്യാൻ പറ്റും. വാട്ട് ഐ എം ട്രൈങ് ടു സേ, റിസോഴ്സ് ഡെവലപ്മെന്റ്, ഈ ആളുകളുടെ ട്രെയിനിങ് ഡെവലപ്മെന്റിലൂടെ അവരുടെ സ്കിൽ ഗ്യാപ്സ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. റീഡിസൈൻ യുവർ സ്ട്രാറ്റജി. നമ്മുടെ സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം? റീഡിസൈൻ ചെയ്യണം. ആർ യു ഓൾ വിത്ത് മീ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും സ്വന്തം കമ്പനിയിൽ ഇരിക്കുകയല്ലേ, സ്റ്റാഫിനെ പറ്റി പലരെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുകയല്ലേ, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. ആം റൈറ്റ്? ചിന്തിക്കണ്ട്. അത് വീട്ടിൽ പോയിട്ട് ചിന്തിച്ചാൽ മതി, പിന്നെ ചിന്തിക്കാം. സോ ഇപ്പോൾ യു ഹാവ് ടു, ഇതെല്ലാം നോളജ് നമ്മൾ ഗെയിൻ ചെയ്യണം. ഈ നോളജ് ഒക്കെ നമ്മുടെ കൂടെ നമ്മൾ വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എൻ്റെ പ്രോഗ്രാംസ് ഒക്കെ പറഞ്ഞാൽ ഒരു ദിവസം മിനിമം 1 day പ്രോഗ്രാംസ് ആണ്. 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി. പിന്നെ നമുക്ക് ആ കിട്ടുന്ന സമയത്ത് നമുക്ക് മാക്സിമം തരാൻ ഐ എം ട്രൈങ്. ബട്ട് ദാറ്റ് മൊമെന്റ് വെൻ യു ആർ തിങ്കിങ് സംതിങ്, അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് പോവില്ല. സോ വി ഹാവ് ടു റീഡിസൈൻ യുവർ സ്ട്രാറ്റജീസ്. അണ്ടർസ്റ്റാൻഡ് അല്ലേ? വെൻ റീഡിസൈനിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യും. നമുക്കൊരു ഒരു 2 day ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ വി വിൽ ഹെൽപ്പ് യു ഇൻ റീഡിസൈനിങ് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൗ ഇപ്പം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ സ്ട്രാറ്റജീസ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ടീമുമായിട്ടൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് എവിടെയാണ് നമ്മുടെ ഭാഗത്ത് പ്രോബ്ലംസ് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം ആണോ അതോ ടീം പ്ലെയറിലാണോ പ്രശ്നമുള്ളത്, അതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. ടു ഫേസ് ചേഞ്ച്, what do you want to do? You need to upskill.